ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. സോ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ അവസാന വിദേശ താരത്തെ കൂടി സൈൻ ചെയ്തിരിക്കുകയാണ്. ജുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന സ്പാനിഷ് സെൻട്രൽ ബാക്കിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി സൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ അവസാന വിദേശ താരമായ ജുവാൻ റോഡ്രിഗസ് എന്ന സ്പാനിഷ് സെൻട്രൽ ബാക്കിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ താരത്തിന്റെ സ്റ്റാറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ താരം അധികം സ്പാനിഷ് ലീഗുകളിലാണ് കളിച്ചിരിക്കുന്നത്. പിന്നെ 30 വയസ്സുള്ള താരമാണ് ജുവാൻ റോഡ്രിഗസ്. അതുപോലെ തന്നെ 1.85 ഇദ്ദേഹത്തിന്റെ ഹൈറ്റ്. ഇദ്ദേഹം സെന്റർ ബാക്കിന് പുറമെ റൈറ്റ് ബാക്കും കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ജുവാൻ റോഡ്രിഗസ്. പിന്നെ ഇദ്ദേഹം കളിച്ച ക്ലബ്ബുകളിലേക്ക് വരികയാണെങ്കിൽ മുക്കാർഡോസ്, അതുപോലെ തന്നെ അറോസ FC, സൊമോർസസ്, സ്പോർട്ടിംഗ് ജിയോൺ. നമുക്കറിയാം സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ കളിച്ച ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ജിയോൺ, ജിംനാസ്റ്റിക്, ജീസസ് ജിമിനസ്. നമുക്കറിയാം ജീസസ് ജിമിനസ് ആണോ ഇനി ഡിമിത്രി സെബാസ്റ്റ്യൻ ആണോ എന്ന് ഉറപ്പില്ല. ഇവര് ജിംനാസ്റ്റിക് ക്ലബ്ബിൽ കളിച്ചതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. ആ ക്ലബ്ബിൽ കളിച്ച ഒരു താരമാണ് ജുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന താരം. അതുപോലെ തന്നെ സാൻ ഫെർണാണ്ടോ, അൾജീരിയ, CF, ലുഗോ എന്നീ സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച എക്സ്പീരിയൻസ് ആയ താരമാണ് ജുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന 30 വയസ്സുള്ള സെന്റർ ബാക്ക്. പിന്നെ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ കണ്ടപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം, വളരെ ഒരു ആഗ്രസീവായ ഒരു പ്ലെയർ ആയിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ലോകോത്തര താരങ്ങളായ ലയണൽ മെസ്സി, അതുപോലെ തന്നെ നെയ്മർ ജൂനിയർ എന്നീ പ്ലേയേഴ്സിനെതിരെ കളിച്ച ഒരു എക്സ്പീരിയൻസും ഈ താരത്തിനുണ്ട്. സോ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഈ സ്പാനിഷിലെ വമ്പൻ ക്ലബ്ബുകളിൽ കളിച്ച എക്സ്പീരിയൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു യുവതാരങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ജുവാൻ റോഡ്രിഗസ് ഒരു ആവറേജ് സൈനിങ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. കാരണം ഒരു ആവറേജ് സൈനിങ് എന്ന് കരുതി നമുക്കറിയാം ദിമിത്രിയോസ് ഡെമന്റോസും അതുപോലെ തന്നെ അൽവാരോ വാസ്കസും ഈവൻ മാർക്കോ ലെസ്കോവിച്ച് വരെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ ഒരു ആവറേജ് സൈനിങ് ആയിട്ടാണ് നമ്മൾ ഏവരും കണ്ടത്. പക്ഷേ നമുക്കറിയാം മാർക്കോ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണിച്ച പ്രകടനം ഒരു മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ മാർക്കോ ലെസ്കോവിച്ച് കാണിച്ചത്. ആ സീസണിലെ ഡിഫൻസിലെ ഒരു ലീഡർ തന്നെയായിരുന്നു മാർക്കോ ലെസ്കോവിച്ച്. അതുപോലെ തന്നെ ആയിരിക്കും ജുവാൻ റോഡ്രിഗസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലെ ഒരു ലീഡറായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒരു താരമായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ജുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന സ്പാനിഷ് സെന്റർ ബാക്കിന്റെ സൈനിങ്ങിനെ കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye.